കോഴിക്കോട് വടകരയിൽ 9 വയസ്സുകാരിയെ വാഹനമിടിച്ച് കടന്നുകളഞ്ഞ പ്രതി പിടിയിൽ. പ്രതി ഷെജിലിനെ കോയമ്പത്തൂരിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ ദൃശാന കോമയിലായിരുന്നു. വിശദാംശങ്ങളുമായി റിയാസ് KM ചേരുന്നുണ്ട്. റിയാസ്, ഏകദേശം ഒരു 2 മാസത്തോളമായിരിക്കുന്നു ഈ ഒരു സംഭവം നടന്നിട്ട്. ഇത്രയും നാൾ പ്രതി ഒളിവിലായിരുന്നു. മുൻകൂർ ജാമ്യത്തിനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, എങ്കിലും ജാമ്യം നിഷേധിക്കുന്നൊരവസ്ഥയായിരുന്നു. ഇപ്പോൾ പ്രതി പിടിയിലായി എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? വൃന്ദ, പ്രതി വടകര പുറമേരി സ്വദേശി ഷെജീലിനെ കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ വെച്ചാണ് കസ്റ്റഡിയിലെടുത്തത്. കോഴിക്കോട് റൂറൽ ക്രൈംബ്രാഞ്ച് സംഘമാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ഇയാൾ മറ്റൊരിടത്തേക്ക് രക്ഷപ്പെടാനുള്ള ശ്രമമായിരുന്നു. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 17-നാണ് ഈ കേസിനാസ്പദമായ സംഭവം നടന്നത്. അന്ന് വടകരയിൽ വെച്ച് ഈ പെൺകുട്ടി 9 വയസ്സുകാരിയായ ദൃശാനയെ കാറിടിച്ച് ആ കാർ നിർത്താതെ കടന്നു പോവുകയായിരുന്നു. അന്ന് ബന്ധുക്കൾക്കൊപ്പം എത്തിയതായിരുന്നു കണ്ണൂർ സ്വദേശിനിയായ ദൃശാന, 9 വയസ്സുകാരി. ആ കുട്ടിയെയാണ് ദേശീയപാതയിൽ വെച്ച് കാറിടിച്ച് ഈ കാർ നിർത്താതെ പോയി. പിന്നീട് ഇയാൾ ഒളിവിൽ പോയി. അതിനുശേഷം എവിടെ എന്നുള്ള ഒരു സൂചന പോലും ലഭിച്ചിരുന്നില്ല. കാറിനെ കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചിരുന്നില്ല. പിന്നീട് മാസങ്ങൾക്ക് ശേഷം, ഇപ്പോൾ വൃന്ദ പറഞ്ഞതുപോലെ 2 മാസങ്ങൾക്ക് മുൻപ് മാത്രമാണ്, കഴിഞ്ഞ വർഷമാണ് ഈ സംഭവം നടന്നത്. പക്ഷേ 2 മാസങ്ങൾക്ക് മുൻപ് മാത്രമാണ് ഇയാളെ കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചതും ആ കാർ കസ്റ്റഡിയിലെടുക്കാൻ സാധിച്ചതും. അതിൽ തന്നെ മാധ്യമങ്ങളുടെ നിരന്തരമായ ഇടപെടലിന്റെ ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് മാത്രമാണ് പോലീസും ക്രൈംബ്രാഞ്ച് സംഘവും ഒക്കെ ഏറ്റവും ഒടുവിലാണെങ്കിൽ പോലും ഉണർന്ന് പ്രവർത്തിച്ചത്. അതുവരെ അന്വേഷണം മരവിച്ച ഘട്ടത്തിലായിരുന്നു. ദൃശാന കോമയിൽ കഴിയുന്ന സാഹചര്യമായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ. അതിനിടെയാണ് ഇപ്പോൾ വീണ്ടും മാധ്യമങ്ങളുടെ ഇടപെടലിലൂടെ അത് സജീവമാകുകയും പിന്നീട് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് ഈ ഷെജീലിനെ കസ്റ്റഡിയിലെടുക്കുകയും ഉള്ള സാഹചര്യം വന്നിരിക്കുന്നത്. പ്രതിയെ എന്തായാലും ഇന്ന് തന്നെ വടകരയിൽ എത്തിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാദാപുരം സ്വദേശിയാണ്, നാദാപുരം പുറമേരി സ്വദേശിയാണ് ഷെജീൽ. അപകടത്തിൽ ദൃശാനയുടെ മുത്തശ്ശി മരണപ്പെട്ടിരുന്നു, തൽക്ഷണം തന്നെ മരണപ്പെട്ടിരുന്നു. 9 വയസ്സുകാരിയ ദൃശാന പിന്നീട് കോമയിലാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദാരുണമായ സംഭവത്തിലെ പ്രതിയെയാണ് ഇപ്പോൾ പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നത്. വൃന്ദ, റിയാസ്, അതേസമയം തന്നെ ഈ കുട്ടി ഇപ്പോഴും ആ ഒരു അപകടത്തിന്റെ പരിക്കിൽ നിന്നും മോചിതനായിട്ടില്ല അല്ലേ? അതായത് കുട്ടി ഇപ്പോഴും കോമയിൽ തന്നെയാണ്. ആ ഒരു അബോധാവസ്ഥ തുടരുകയാണ്. മാസങ്ങളായി, കഴിഞ്ഞ വർഷം ഫെബ്രുവരി 17 മുതൽ ഈ കുട്ടി ഇങ്ങനെ കഴിയേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. വളരെ ദയനീയമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ആ കുട്ടി കടന്നു പോകുന്നത്. അതിനിടെയാണ് ക്രൂരനായ നരാധമനായ ഈ പ്രതി, കാരണം ഒരു കുട്ടിയെ ഇടിച്ച് ഒരാളുടെ മരണത്തിന് കാരണമാവുകയും പിന്നീട് ഒരു കുട്ടി ഇത്രത്തോളം കാലം കോമയിൽ കഴിയേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ പോലും അയാൾ ആ കാറിന്റെ നമ്പർ ഉൾപ്പെടെ മാറ്റി ഒളിവിൽ കഴിഞ്ഞ് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒളിവിൽ കഴിയുന്ന ഒരു സാഹചര്യം, അയാൾ സുഖലോലുപരായി വിലസുന്ന ഒരു സാഹചര്യം. പക്ഷേ ഈ അപകടത്തിൽ ഇരയാക്കപ്പെട്ട കുട്ടി കോമയിൽ കഴിയുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. ശരി, വിശദാംശങ്ങളാണ് റിയാസ് KM നൽകിയത്.